അപ്പോൾ പത്രവിശേഷങ്ങളും വിശകലനങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിപ്പം ഉള്ളത് നമ്മുടെ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പത്രത്തിൽ എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുന്നതിന് മുൻപ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഹാപ്പി അല്ലേ? തീർച്ചയായും ഇന്ന് ലോക സന്തോഷം തന്നെയല്ല, ഞാൻ എന്നും ഹാപ്പിയാണ്. ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായും. സേതു പറഞ്ഞ പോലെ തന്നെ ഇന്ന് ലോക സന്തോഷ ദിനമാണ്. ഇന്നലെ സുനിത വില്യംസും സംഘവും തിരിച്ചെത്തി. അതിൻ്റെ സന്തോഷത്തിലാണ് ബഹിരാകാശത്തു നിന്നുള്ള ആളുകൾ മാത്രമല്ല ലോകത്തെമ്പാടും. അത് മനോരമയും നമുക്ക് പത്രങ്ങളിലേക്ക് നേരിട്ടും കിടക്കാം. മനോരമ അത് ഈ ചിരിച്ചു വരവ്, നമ്മൾ ഇന്നലെ തലവാചകങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു, ഇന്നും സംസാരിക്കാനുണ്ട്, ഞാൻ അതിലേക്ക് പോകും. അതിന് മുമ്പ് മനോരമയുടെ 1-ാം പേജ് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. കാരണം അത്രയും ആ സന്തോഷ ദിനത്തെ ഏറ്റവും മനോഹരമായ ഒരു 1-ാം പേജ്, ഏറ്റവും മനോഹരമായ ഒരു ചിത്രം, ചിരിച്ചു വരവ് എന്നൊരു തലവാചകത്തോടുകൂടി സുനിത വില്യംസിൻ്റെ ഒരു പടവും വളരെ മനോഹരമാണത്. പിന്നെ അതിന് താഴെ മനോരമ ഒരു പുതിയ ഒരു ഐഡിയ, അത് സർക്കുലേഷൻ ഐഡിയ ആകാനാണ് സാധ്യത. പോട്ടെ, അതായത് ഈ ഫോട്ടോയ്ക്ക് നല്ല അടിക്കുറിപ്പോ കവിതയോ അങ്ങനെ എന്തുമാകാം, അത് എഴുതിയ ശേഷം ഇതിൻ്റെ ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്താൽ പിന്നെ വലിയ പത്രം പ്രസിദ്ധീകരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും ഇത് ആ രൂപത്തിൽ നന്നായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത മനോരമ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനും പോകുന്നില്ല. പക്ഷേ ഈ തലവാചകങ്ങൾ പറയാതെ പോകാതെ നിർവാഹമില്ല. അത് മാത്രമല്ല, ഈ മാതൃഭൂമി അത് ആശാതീരത്ത് എന്നുള്ളതാണ് അതിൻ്റെ അവരുടെ ഹെഡിങ്. അത് മാത്രമല്ല, ഇനി അവർക്ക് പരിശീലനം, അതായത് ഈ സുനിത വില്യംസും സംഘവും ഇനി പരിശീലനത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ തലവാചകങ്ങൾ കൂടി ഒന്ന് പറയാതെ പോകാതെ നിർവാഹമില്ല എന്നുള്ളതാണ്. ഈ കേരളകൗമുദി അത് ബഹിരാകാശ ഇതിഹാസം ഭൂമിയുടെ മടിയിൽ സുരക്ഷിതയായി എന്ന് കേരളകൗമുദി, പറന്നിറങ്ങിയെന്ന് ദീപിക, രക്ഷാകരങ്ങളിൽ നിന്ന് മെട്രോ വാർത്ത, മാനത്തെ വെള്ളിത്തേരിൽ നിന്നും ഭൂമിയെ ചുംബിച്ചു എന്നൊക്കെ പറഞ്ഞ് വീക്ഷണം വളരെ കവിത നിറച്ചെഴുതിയിട്ടുണ്ട്. പിന്നെ മണ്ണിലിറങ്ങി നക്ഷത്രം ചന്ദ്രിക. ഞാൻ പറയാൻ വന്നത്, എല്ലാവരും ഈ സാഹിത്യ ഭംഗി കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ഒക്കെ തലവാചകങ്ങൾ നിറച്ചപ്പോൾ കുറച്ചുകൂടി ശാസ്ത്രീയമായി എല്ലാം കിറുകൃത്യം ശാസ്ത്ര വിജയം എന്നാണ് ദേശാഭിമാനി അവരുടെ ഒരു എഡിറ്റോറിയൽ പോളിസി ആയിരിക്കാം അത്. ആ രൂപത്തിലാണ് ആ തലവാചകം കൊടുത്തിട്ടുള്ളത്. എന്തായാലും നന്നായിരുന്നു. ഈ ഉൾപേജിൽ ദേശാഭിമാനിയും ഒട്ടും കുറച്ചിട്ടൊന്നുമില്ല സാഹിത്യ ഭംഗി. ഉൾപേജിൽ അത് താരാപഥം ചേതോഹരം എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി സാഹിത്യ ഭംഗി നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സുനിത വില്യംസിൻ്റെ മടങ്ങിവരവ് എല്ലാവരും ആഘോഷമാക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് മറ്റു ചില കാര്യങ്ങളാണ്. സുനിതയ്ക്ക് സമൂസ കൊണ്ട് വിരുന്നൊരുക്കുമെന്ന് കുടുംബം. അത് മനോരമയുടെ സ്റ്റൈലാണ്. ഇനി മനോരമയെ കടത്തി വെട്ടിക്കൊണ്ട് കേരളകൗമുദി കുറച്ചും കൂടി മനോഹരമാക്കിക്കൊണ്ട് അവിടെ എന്താണ് കഴിഞ്ഞ തവണ ഷാർജ ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് സുനിത കഴിച്ചത്, സുനിതയുടെ ഇഷ്ടഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് എല്ലാവരും വളരെ മനോഹരമാക്കിയില്ലെങ്കിലും മനോരമയും കേരളകൗമുദിയും ഇഷ്ടഭക്ഷണവും കഴിക്കാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യമാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതിന് ശേഷം പിന്നീട് പോകുന്നത് ഈ സുനിത വില്യംസിൽ നിന്ന് കാര്യങ്ങൾ കുറച്ചും കൂടി മാറി. അത് ഇലോൺ മസ്കിലേക്കും ബുച്ച് വിൽമറിലേക്കും പോകുന്നുണ്ട്. അത് മനോരമ ബഹിരാകാശത്തും മസ്ക് ആധിപത്യം, അതായത് നമുക്കറിയാം ഇലോൺ മസ്ക്, നാസയ്ക്ക് സ്വന്തമായൊരു ബഹിരാകാശ പേടകമില്ല, അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കാണ് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഇടപെടലാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്ന് വിശദമാക്കുന്ന ഒരു സ്റ്റോറി 9-ാം പേജിൽ മനോരമ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബുച്ച് വിൽമറിനെ കുറിച്ചും പറയുന്നുണ്ട്. അത് വിൽ പവർ എന്ന രൂപത്തിലാണ് മനോരമ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഞാനിത് എടുത്ത് പറയാൻ കാരണം, 2 പത്രങ്ങൾ, അതായത് മാധ്യമവും ദേശാഭിമാനിയും ഇതൊക്കെ പറയുമ്പോഴും ഈ സുനിത വില്യംസിൻ്റെയും നാസയുടെയും ഈ യാത്രയെക്കുറിച്ചും മസ്കിനെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറയുമ്പോൾ മാതൃഭൂമി എഡിറ്റോറിയൽ പേജിൽ ഇലോൺ മസ്ക് ഈ ബോയിങ് കമ്പനിയെ മറികടന്ന് ഇലോൺ മസ്കിൻ്റെ കമ്പനി ഇത് കൈകാര്യം ചെയ്ത് എങ്ങനെയാണെന്ന്, ഇവരെ തിരിച്ചെത്തിച്ചത് എങ്ങനെയാണെന്നൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. ഞാൻ പറയാൻ വന്നതും അല്ലെങ്കിൽ മാധ്യമവും ദേശാഭിമാനിയും പറയുന്നതും മറ്റൊന്നാണ്. ഇതിനിടയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇന്നലെ സുനിത വില്യംസിനെ പ്രശംസിച്ചിരുന്നു. പക്ഷേ ആ പ്രശംസയെ വിമർശിച്ചുകൊണ്ട് ചില പോർട്ടലുകൾ, ചില മാധ്യമങ്ങൾ, ചില രാഷ്ട്രീയക്കാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ മാധ്യമം വളരെ വിശദമായി പറയുന്നുണ്ട്, മോദിയുടെ പ്രശംസയ്ക്ക് വിമർശനം. അത് ഈ സുനിത വില്യംസിൻ്റെ ഇന്ത്യൻ ബന്ധങ്ങളെ, ഈ സുനിത വില്യംസ് ഇന്ത്യൻ ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല സുനിതയുടെ ഇന്ത്യൻ ബന്ധങ്ങളെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. ആ ഇന്ത്യൻ ബന്ധം പറയുമ്പോൾ ആ ബന്ധം ഇങ്ങനെയാണ്. സുനിതയുടെ കുടുംബത്തിൽ നിന്നൊരാൾ, അദ്ദേഹത്തിൻ്റെ പേര് ഹിരൺ പാണ്ഡ്യ, ഒരുപക്ഷെ നമുക്കറിയാവുന്നതായിരിക്കും, നമ്മളുടെ ഓർമ്മയിലുള്ളതായിരിക്കും. അദ്ദേഹം 2003 ഗുജറാത്ത് കലാപാനന്തരം അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. ഹിരൺ പാണ്ഡ്യ എന്ന് പറയുന്ന ആൾ
മോദി സർക്കാരിൽ മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മോദി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അയാൾ മോദിയുടെ വിമർശകനായിരുന്നു എന്നാണ് മാധ്യമം പറയുന്നത്. മോദിയുടെ വിമർശകനായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടതിൻ്റെ ഉത്തരവാദി മോദി ആയിരുന്നു എന്നും അന്ന് പറയുന്നുണ്ട്. ഈ ഹിരൺ പാണ്ഡ്യയുടെ അതിനു മുൻപ് 98-ലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ സുനിത വില്യംസ് പങ്കെടുത്തിരുന്നു എന്നൊക്കെ വളരെ സമർത്ഥമായി മാധ്യമം ആ വാർത്തയെ കൊണ്ടുവരുന്നുണ്ട്. ഗുജറാത്തിലെ മോസാനയാണ് സുനിത വില്യംസിൻ്റെ സ്വന്തം നാട്. അവിടെ എത്തിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. ദേശാഭിമാനി ഒരു പടിയും കൂടി കടന്ന് മോദിയുടെ ക്ഷണത്തിന്, അതായത് സുനിത വില്യംസിനെ ഇന്ത്യയിലേക്ക് മോദി ക്ഷണിക്കുന്നുണ്ട്. മോദിയുടെ ക്ഷണത്തിന് ചോരമണം എന്നൊരു വാർത്തയാണ്. അതായത് ഈ വലിയ വാർത്തയിൽ ചെറിയ എലമെൻറ്റുകൾ കണ്ടെത്തി ദേശാഭിമാനിയും മാധ്യമവും അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ വസ്തുത എന്ന് അവർ സമർത്ഥിക്കുന്നുണ്ട്. അതായത് ഈ ഗുജറാത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ദീപക് പാണ്ഡ്യയാണ് ഈ ഹിരൺ പാണ്ഡ്യയുടെ സഹോദരൻ. ദീപക് പാണ്ഡ്യയാണ് സുനിത വില്യംസിൻ്റെ അച്ഛൻ എന്ന് നമുക്കറിയാവുന്നതാണ്. ഹിരൺ പാണ്ഡ്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ മോദിക്ക് പങ്കുണ്ട് എന്നാണ് ഈ രണ്ട് പത്രങ്ങളും സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഈ വാർത്തയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് പറയാനുള്ളത് ഈ ആശാവർക്കർമാരുടെ സമരം. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, ഏതാണ്ട് ഒരു മാസത്തിൽ ഏറെയായി ആശാവർക്കർമാരുടെ സമരം നടക്കുന്നുണ്ട്. സമരം കുറച്ചും കൂടി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരം ഇന്നലെ മന്ത്രിയും നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഡയറക്ടറും രണ്ട് ചർച്ചകൾ ഇവരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ആ രണ്ട് ചർച്ചകളും പ്രതീക്ഷ കണ്ടില്ല, അല്ലെങ്കിൽ ഫലം കണ്ടില്ല. അതിനെ ആശയറ്റു എന്ന് തന്നെയാണ് മാതൃഭൂമി സമർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി നിരാഹാരം, രണ്ട് ചർച്ചയും ഫലം കണ്ടില്ല എന്ന് പറയുന്നു. അതിലൊരു ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരുടെ അവർ വളരെ വിഷമത്തോടെ നിൽക്കുന്ന ഒരു പടമൊക്കെ ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. സമരം നിർത്തണമെന്നാണ് സർക്കാരിൻ്റെ ആവശ്യം. അവർ ആ സർക്കാരിൻ്റെ ആവശ്യത്തെയും പറയുന്നുണ്ട്. പക്ഷേ സമരത്തിന് ഒരുങ്ങി ആശാ വർക്കർമാർ എന്ന് തന്നെയാണ് മനോരമയും പറയുന്നത്. ഓരോ സന്തോഷ ദിനവും ചിരികൾ നഷ്ടപ്പെട്ടവരുടെ കൂടിയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സന്തോഷ ദിനം ഇന്ന് ലോകത്തെ സന്തോഷ ദിനമാണ്. മനോരമ ഒന്നാം പേജിൽ രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചിരിച്ചു വരവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സുനിത വില്യംസിൻ്റെ അപ്പുറത്ത് കണ്ണീർ മടക്കം. അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെയാണ് ഓരോ സന്തോഷ ദിനവും ചിരികൾ നഷ്ടപ്പെട്ടവരുടേത് കൂടിയാണ്. വെയിലും മഴയുമേറ്റ് ആഴ്ചകളായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്നവരുടെ അവരുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നു. ഇനി കണ്ണീർ മടക്കം എന്നുള്ളതാണ് ആ ഹെഡിങ് എത്രത്തോളം അതിന് ഉതകുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വീണ ജോർജുമായുള്ള ചർച്ച പരാജയപ്പെട്ടു എന്ന് രണ്ട് പത്രങ്ങൾ പറയുമ്പോൾ പാർട്ടി പത്രം അതിനെ ഒന്നുകൂടി സർക്കാരിനെ പിന്തുണയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിലേക്കാണ് ഈ വിഷയം വീണ്ടും CPIഎമ്മും ദേശാഭിമാനിയെ കൊണ്ടുപോകുന്നത്. ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കില്ലെന്ന് കേന്ദ്രം പറഞ്ഞൊരു വാർത്ത ഒന്നാം പേജിൽ കൊടുത്ത് അതിനെ സമതുലിതമാക്കാൻ ദേശാഭിമാനിയും ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ കാണാൻ. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് പിന്തുണയ്ക്കുന്നൊരു സ്വഭാവം ശശി തരൂരിനുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹം വളരെ മനോഹരമായ പിന്തുണ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതെല്ലാ പത്രങ്ങളും നന്നായി തന്നെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും പുകഴ്ത്തലെന്നാണ് മാതൃഭൂമി. മോദി റഷ്യയ്ക്കും യുക്രൈനും ഒരുപോലെ സ്വീകാര്യൻ. അതായത് ഇനി തരൂർ ആ രൂപത്തിൽ കൂടിയേ പറയാനുള്ളൂ. തരൂർ ഒരു ആഗോള സ്വീകാര്യനാണ്, ഇന്ത്യയിൽ വലിയ സ്വീകാര്യനാണ്. പക്ഷേ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മോദിയെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും രംഗത്തെത്തുന്നു. ആ വാർത്ത മനോരമയും മാതൃഭൂമിയും ഒക്കെ നന്നായി കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനി അത് കുറച്ചും കൂടി രാഷ്ട്രീയവൽക്കരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന് ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ്. സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയാതെ നിർവാഹമില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ നിർമ്മാതാക്കൾ അവരുടെ നഷ്ടം, ഓരോ സിനിമയും റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിൽ നഷ്ടം 50 കോടിയാണ്. വളരെ വിശദമായി ആ ഓരോ കോടി കണക്കും ഓരോ സിനിമകളുടെയും, അതായത് 10,000 രൂപ വരെ കിട്ടിയ സിനിമകൾ, 1 കോടിയൊക്കെ മുടക്കിയിട്ട് 10,000 രൂപ വരെ കിട്ടിയ സിനിമകളുണ്ട്. ആ സിനിമയെക്കുറിച്ചൊക്കെ വളരെ വിശദമായി മാതൃഭൂമി, മനോരമ എല്ലാ പത്രങ്ങളും പറയുന്നുണ്ട്. അത് ഈ നിർമ്മാതാക്കളുടെ ഒരു വിഷമമാണ് അതിലൂടെ പങ്കുവെക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ മറ്റൊരു വാർത്ത, അത് മറ്റ് മലയാള പത്രങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവർ അത് കണ്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷ് പത്രം ടൈംസ് ഓഫ് ഇന്ത്യ അത് വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനിയും അത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഞാനൊരു ചോദ്യമായി ചോദിച്ചാൽ, ഇന്ത്യയിലെ MLA-മാരുടെ ആസ്തി എത്രയാണെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചാൽ ആ ആസ്തി ഞെട്ടിപ്പിക്കുന്നതാണ്. അതിൽ ആന്ധ്രയിൽ നിന്നുള്ള MLA-മാരാണ് ഏതാണ്ട് ശതകോടീശ്വരന്മാരായിട്ട്. സഭ നിറയെ ശതകോടീശ്വരന്മാരാണ്. ആ വാർത്ത വായിക്കുന്നതിന് വേണം. ഇന്ത്യയിലെ MLA-മാരുടെ ആസ്തിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ കോൺഗ്രസിൻ്റെയും BJP-യുടെയും YSRCP-യുടെയും TDP-യുടെയും MLA-മാരാണ് ഇക്കാര്യത്തിൽ മുന്നിലുള്ളത്. എല്ലാവരും ശതകോടീശ്വരന്മാർ തന്നെയാണ്. ഏതാണ്ട് അതിൽ ചന്ദ്രബാബു നായിഡു ഉണ്ട്, ജഗൻമോഹൻ റെഡ്ഡി ഉണ്ട്. അങ്ങനെ വളരെ വിശദമായി MLA-മാരുടെ മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും കോൺഗ്രസ് BJP MLA-മാരാണ് ഇതിൽ മുന്നിലുള്ളത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. അത് മലയാള പത്രങ്ങളിൽ എല്ലാവരും നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ മിസ്സാക്കിയൊരു വാർത്തയാണ്. ദേശാഭിമാനി അത് കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ ആ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്നുകൂടി ഒരു സന്തോഷമുള്ളത്, ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്,
സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോൾ നായകൻ സുനിൽ ഛേത്രി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നു. ആ തിരിച്ചെത്തുന്നതിൻ്റെ ഭാഗമായി മാലദ്വീപിനെതിരായ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുന്നു. 3-0 ഇന്ത്യയുടെ ജയം. എന്തായാലും ഒരു വർഷത്തിന് ശേഷം ഈ വിജയങ്ങളില്ലാതിരുന്ന ഇന്ത്യക്ക് ഈ 2025 വിജയത്തുടക്കമാണ്. അതും സന്തോഷമുള്ള കാര്യമാണ്. ഈ വർഷവും ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് ഇവിടെ അവസാനിക്കുന്നു. ശരി ശ്രീജിത്ത്.